നമസ്കാരം. പ്ലസ് ടു ഫിസിക്സിലെ അടുത്ത ഫാസ്റ്റ് റിവിഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ 10ാമത്തെ ചാപ്റ്ററായ വേവ് ഓപ്റ്റിക്സ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ 9 ചാപ്റ്റേഴ്സിൻ്റെ ഫോക്കസ് ഏരിയ ടോപ്പിക്സിൽ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളുടെ ലിങ്ക് ഈ വീഡിയോയുടെ അവസാന ഭാഗത്തുള്ള പ്ലേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് കാണാത്തവർ അതുകൂടി പ്രയോജനപ്പെടുത്തുക. വേവ് ഓപ്റ്റിക്സ് എന്ന ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയ ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഹൈജൻസ് പ്രിൻസിപ്പിൾ, റിഫ്രാക്ഷൻ ആൻഡ് റിഫ്ലക്ഷൻ ഓഫ് പ്ലെയിൻ വേവ്സ് യൂസിങ് ഹൈജൻസ് പ്രിൻസിപ്പിൾ ആൻഡ് പോളറൈസേഷൻ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഹൈജൻസ് പ്രിൻസിപ്പിൾ പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് വേവ് ഫ്രണ്ട് എന്താണെന്ന് നോക്കാം. The locus of all particles of a medium which are vibrating in the same phase is called a wavefront. കഴിഞ്ഞ വർഷം +1 ക്ലാസ്സിൽ നിങ്ങൾ വേവ്സിനെ കുറിച്ച് പഠിച്ചതാണ്. വേവ് എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ എനർജി പ്രൊപ്പഗേറ്റിംഗ് ഇൻ എ മീഡിയം. അപ്പോൾ അതിൽ നമ്മൾ പാർട്ടിക്കിൾസിൻ്റെ വൈബ്രേഷനെ കുറിച്ചും ഇൻ ഫേസ്, ഔട്ട് ഓഫ് ഫേസ്, ഈ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. അപ്പോൾ വേവ് ഫ്രണ്ട് മീൻസ് ഒരു മീഡിയത്തിലെ ഒരേ ഫേസിൽ വൈബ്രേറ്റ് ചെയ്യുന്ന എല്ലാ പാർട്ടിക്കിൾസിനെയും ജോയിൻ ചെയ്യുന്ന ലോക്കസാണ് വേവ് ഫ്രണ്ട് എന്നറിയപ്പെടുന്നത്. ഓക്കെ, ആൻഡ് വേവ് ഫ്രണ്ട്സ് ആർ ഓഫ് 3 types. Okay, wavefront is always perpendicular to direction of propagation of light waves. ഒരു ലൈറ്റ് വേവ് മൂവ് ചെയ്യുന്ന ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിരിക്കും വേവ് ഫ്രണ്ട് ഉണ്ടാവുക. ദെൻ എ റേ ഈസ് ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ദ വേവ് ഫ്രണ്ട്. വേവ് ഫ്രണ്ടിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനാണ് നമ്മളൊരു റേ ഓഫ് ലൈറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക. Now, depending on the nature of the source of light, wavefront can be divided into 3 types. 3 തരത്തിലുള്ള wavefronts ആണുള്ളത്. First one, spherical wavefront. Spherical wavefront is produced by a point source of light. ഒരു പോയിന്റ് സോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന wavefront ആണ് spherical wavefront എന്ന് പറയുക. ഫിഗർ നോക്കാം. ഈ ഫിഗറിൽ നിങ്ങൾക്ക് കാണാം ആ സ്ഫിയറിന് പെർപെൻഡിക്കുലർ ആയിട്ട് ആ റേഡിയസ് റെപ്രസെൻറ്റ്സ് ദ റേ ഓഫ് ലൈറ്റ്. Second one, cylindrical wavefront. When the source of light is linear in shape, the wavefront is said to be cylindrical. Linear source of light in the കേസിലാണ് cylindrical wavefront നെ കുറിച്ച് നമുക്ക് പറയാൻ കഴിയുക. Then third one, plane wavefront. That is when the point source or linear source of light is at very large distance. പോയിന്റ് സോഴ്സ് ആവാം അല്ലെങ്കിൽ ലീനിയർ സോഴ്സ് ഓഫ് ലൈറ്റ് ആവാം. ഏതായാലും ഇഫ് ഇറ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് എ വെരി ലാർജ് ഡിസ്റ്റൻസ് ദെൻ ദ വേവ് ഫ്രണ്ട് ഇസ് സെറ്റ് ടു ബി പ്ലെയിൻ വേവ് ഫ്രണ്ട്. ഓരോ കേസിലും അതിൻ്റെ ഫിഗറും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. അടുത്തായി ഹൈജൻസ് പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കാം. This is a geometrical method of finding the position and shape of the wavefront at any instant. അതായത് നമുക്കിപ്പോൾ ഒരു വേവ് ഫ്രണ്ട് തന്നിട്ടുണ്ട്, സ്ഫെറിക്കൽ വേവ് ഫ്രണ്ട്. കുറച്ച് സമയത്തിന് ശേഷം ഈ വേവ് ഫ്രണ്ടിൻ്റെ പൊസിഷൻ എവിടെയായിരിക്കും, അതിൻ്റെ ഷേപ്പ് എന്തായിരിക്കും, ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ജോമെട്രിക്കൽ മെത്തേഡാണ് ഹൈജൻസ് പ്രിൻസിപ്പിൾ. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ സം അസംഷൻസ്. ആ അസംഷൻസ് ആണ് ഹൈജൻസ് പ്രിൻസിപ്പിൾ എന്ന് അറിയപ്പെടുന്നത്. അതിലെ ഫസ്റ്റ് പോയിന്റ്, ഹൈജൻസ് പ്രിൻസിപ്പിളിലെ ഫസ്റ്റ് പോയിന്റ് ഇതാണ്. ഈച്ച് പോയിന്റ് ഓൺ ദ ഗിവൺ വേവ് ഫ്രണ്ട് is called primary wavefront. It acts as a source of new disturbance and sends out spherical wavelets called secondary wavelets in all directions. അതായത് നമുക്ക് തന്നിട്ടുള്ള ഒരു വേവ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ തന്നിട്ടുള്ള ഒരു സോഴ്സ് ഓഫ് ലൈറ്റിൽ നിന്നുണ്ടാവുന്ന വേവ് ഫ്രണ്ടിലെ ഓരോ പോയിൻറ്റും ഇറ്റ് ആക്ട് ആസ് എ സോഴ്സ്. ഓക്കെ, ആൻഡ് ഇറ്റ് സെൻസ് ഡിസ്റ്റർബൻസ്. അങ്ങനെ അത് സെൻഡ് ചെയ്യുന്ന ഡിസ്റ്റർബൻസ് പ്രൈമറി വേവ് ഫ്രണ്ടിൽ നിന്ന് ഉണ്ടാവുന്ന വേവ്ലെറ്റ്സിനെയാണ് സെക്കൻഡറി വേവ്ലെറ്റ്സ് എന്ന് പറയുന്നത്. ആൻഡ് ദീസ് സെക്കൻഡറി വേവ്ലെറ്റ്സ് മൂവ് ഇൻ ഓൾ ഡയറക്ഷൻസ്. Second point, the secondary wavelets from each point travel through space with the same velocity as that of the original wave. Original wave ഏതാണോ അതേ വെലോസിറ്റിയിലാണ് സെക്കൻഡറി വേവ്ലെറ്റ്സ് സ്പേസിലൂടെ ട്രാവൽ ചെയ്യുക. Third point, a surface touching these secondary wavelets tangentially in the forward direction at any instant gives the position and shape of the new wavefront at that instant, and this is called the secondary wavefront. അതായത് സെക്കൻഡറി വേവ് ഫ്രണ്ടിൻ്റെ പൊസിഷൻ കിട്ടാൻ ഡ്രോ ദ സെക്കൻഡറി വേവ്ലെറ്റ്സ്. സെക്കൻഡറി വേവ്ലെറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് സ്ഫിയേഴ്സ് ആയിട്ട് വരയ്ക്കാവുന്നതാണ്. ഈ സ്ഫിയേഴ്സൊക്കെ if you join them tangentially in the forward direction, that will be the position and shape of
the secondary wavefront. ഫിഗറും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു സ്ഫെറിക്കൽ വേവ് ഫ്രണ്ടിൻ്റെ സെക്കൻഡറി വേവ് ഫ്രണ്ട് എങ്ങനെയായിരിക്കും, ഒരു പ്ലെയിൻ വേവ് ഫ്രണ്ടിൻ്റെ സെക്കൻഡറി വേവ് ഫ്രണ്ട് എങ്ങനെയായിരിക്കും വരയ്ക്കുക എന്നുള്ളത്. വേവ് തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്ത ക്രിസ്റ്റ്യൻ ഹൈജൻസ് എന്ന സയൻറ്റിസ്റ്റാണ് ഹൈജൻസ് പ്രിൻസിപ്പിൾ പ്രപ്പോസ് ചെയ്തത്. ഈ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം റിഫ്രാക്ഷൻ ആൻഡ് റിഫ്ലക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്തു. അതെങ്ങനെയാണെന്ന് നോക്കാം. We'll consider law of reflection using Hygen's principle. Figure നോക്കാം. See, this is the reflecting surface. Now you have two rays, 1 and 2. Ray 1 incidents at A. Ray 2 incidents at C. Okay. Ray 1 gets reflected along AD. Then AB is the incident wavefront. Wavefront എന്താണെന്ന് ഓർമ്മയുണ്ടല്ലോ. വേവ്ഫ്രണ്ട് എന്ന് പറയുന്നത് എന്താണ്, ആ എല്ലാ പാർട്ടിക്കിൾസും, അതായത് ഒരേ ഫേസിലുള്ള എല്ലാ പാർട്ടിക്കിൾസിൻ്റെയും ലോക്കസ് ആണ് വേവ് ഫ്രണ്ട്. അപ്പോൾ എ ബി ആണ് ഇൻസിഡന്റ് വേവ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എയിലുള്ള പാർട്ടിക്കിളും ബിയിലുള്ള പാർട്ടിക്കിളും ഒരേ ഫേസ് ഓഫ് വൈബ്രേഷനിലാണെന്ന് അർത്ഥം. ഓക്കെ, ആ ഇൻസിഡന്റ് വേവ് ഫ്രണ്ടിലെ രണ്ട് റേസ് ആണ് 1ഉം 2 ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്തത്. സോ ഫസ്റ്റ് റേ ഫോൾസ് അറ്റ് എ, ഗെറ്റ്സ് റിഫ്ലക്റ്റഡ് അലോങ് എ ഡി. സെക്കൻഡ് റേ ഫോൾസ് അറ്റ് സി. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫസ്റ്റ് റേ എയിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് ഡിയിലെത്തിയ അതേ സമയം കൊണ്ടാണ് സെക്കൻഡ് റേ ബിയിൽ നിന്ന് സിയിലേക്ക് എത്തിയത്. ഓക്കെ, അതായത് ബിയിൽ നിന്ന് റേ സിയിലെത്താൻ എടുത്ത സമയവും എയിൽ നിന്നുള്ള റേ ഡിയിലേക്ക് എത്താൻ എടുത്ത സമയവും സെയിം ആണെന്ന് അർത്ഥം. എന്ന് പറഞ്ഞാൽ വാട്ട് ഇസ് ദിസ് ഡിസ്റ്റൻസ്, ബി സി എന്ന് പറയുന്ന ഡിസ്റ്റൻസ്, ഇറ്റ് ഈസ് വെലോസിറ്റി ഇൻ ടു ടൈം. അതുതന്നെയാണ് എ ഡി എന്ന ഡിസ്റ്റൻസും. ഓക്കെ, വെലോസിറ്റി ഇൻ ടു ടൈം. സെയിം മീഡിയത്തിലാണ് ഇൻസിഡന്റ് റേയും റിഫ്ലക്റ്റഡ് റേയും സെയിം മീഡിയത്തിലാണുള്ളത്. അപ്പോൾ വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് സെയിം ആണ്. ഓക്കെ, അപ്പോൾ ബി സി ആൻഡ് എ ഡി വിൽ ബി ഈക്വൽ ആൻഡ് ദാറ്റ് ഈസ് വെലോസിറ്റി ഇൻ ടു ടൈം. ബി വെലോസിറ്റി, ടി ടൈം. Now consider angle of incidence I, angle of reflection R. Consider triangles DAC and BAC. Consider these two triangles DAC and BAC. ഈ രണ്ട് ട്രയാങ്കിൾസും കോൺഗ്രുവൻ്റ് ആണ്. നോക്കൂ എങ്ങനെയാണ് കോൺഗ്രുവൻ്റ് ആണെന്ന് പറഞ്ഞത്. എ സി രണ്ടിനും കോമൺ സൈഡാണ്. ഓക്കെ, കോൺഗ്രുവൻസി ആവാൻ വേണ്ടിയിട്ട് പല കണ്ടീഷൻസ് ഉണ്ടല്ലോ. നമുക്കിവിടെ സൈഡ്സ് നോക്കാം. എ സി കോമൺ സൈഡാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ബി സി ഈക്വൽ ടു എ ഡി. സോ സെക്കൻഡ് സൈഡ് also equal. So you can consider this triangle and also 90, this angle is 90 degree. Okay, കാരണം ഇൻസിഡന്റ് റേയും വേവ് ഫ്രണ്ടും തമ്മിലുള്ള ആംഗിൾ, റേ is always normal to the wave front. So 90 degree, അതും ഈക്വൽ ആണ്. So these two triangles are congruent. Then you can equate the angles I equal to R. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇതെങ്ങനെ വന്നു എന്നുള്ളത് കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഫിഗർ ഒന്നുകൂടി വരച്ച് നോക്കിയാൽ വളരെ പെട്ടെന്ന് മനസ്സിലാവും. എ ബി ഇൻസിഡന്റ് വേവ് ഫ്രണ്ട് ആണ്, സി ഡി റിഫ്ലക്റ്റഡ് വേവ് ഫ്രണ്ട് ആണ്. റിഫ്ലക്റ്റഡ് വേവ് ഫ്രണ്ട് എന്ന് പറയാൻ കാരണം എന്താ, റിഫ്ലക്റ്റഡ് റേ ഡിയിലെത്തിയ പോയിന്റ് ആണ്, മീൻസ് റിഫ്ലക്റ്റഡ് റേ ഡിയിലേക്കാണ് എത്തിച്ചേരുന്നത്. അതേ സമയത്ത് ഇവിടെ സെക്കൻഡ് റേ സിയിലാണ് എത്തിച്ചേരുന്നത്. അപ്പോൾ സിയിലും ഡിയിലുള്ള പാർട്ടിക്കിൾസ് ഒരേ ഫേസ് ഓഫ് വൈബ്രേഷനിലാണ്. അതുകൊണ്ടാണ് നമ്മൾ വേവ് ഫ്രണ്ട് എന്ന് പറയുന്നത്. ദെൻ ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ഇത് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ദെൻ ദിസ് ടോട്ടൽ ആംഗിൾ ഇസ് 90 degree. സോ ദിസ് ആംഗിൾ ഇസ് 90 minus R. ഓക്കെ, ദിസ് ഇസ് 90, ദെൻ ദിസ് വിൽ ബി R. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് എടുക്കാം. ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഐ കൺസിഡർ ചെയ്യാം. ദിസ് ആംഗിൾ ഇസ് 90 minus I. Then you have 90 degree here. So this will be I. അപ്പോൾ അതൊന്നും ഡീറ്റെയിൽസിലേക്കൊന്നും കിടക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഫീൽഡിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നുണ്ടാവും. സോ ദീസ് ടു ട്രയാങ്കിൾസ് ആർ കോൺഗ്രുവന്റ്, therefore I equal to R, and so the law of reflection is proved using Hygen's principle. Hygen's principle ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ പ്രൂവ് ചെയ്തത്. കാരണം ഇൻസിഡന്റ് വേവ് ഫ്രണ്ട്, റിഫ്ലക്റ്റഡ് വേവ് ഫ്രണ്ട് ഒക്കെ Hygen's principle ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ law of reflection is proved using Hygen's principle. Here we are going to prove laws of refraction using
ഹൈജൻസ് പ്രിൻസിപ്പിൾ. വീണ്ടും ഡയഗ്രാം ശ്രദ്ധിക്കാം. നേരത്തെ കൺസിഡർ ചെയ്ത പോലെ തന്നെ AB is the incident wavefront. Ray 1 and ray 2. You have two rays. Okay. Here, this is the refracting medium, means the interface. Interface separating medium 1 and medium 2. രണ്ട് medium ആണുള്ളത്. This is medium 1, this is medium 2. Medium 1 ൽ ലൈറ്റിന്റെ സ്പീഡ് v1 ആണ്. Medium 2 ൽ the speed of light is v2. Also v2 less than v1. v2 second mediumത്തിലാണ് സ്പീഡ് കുറവ്. എന്ന് വെച്ചാൽ light passes from rarer medium to denser medium. Okay. First medium is rarer, second medium is denser. Now you are considering this incident ray. Falls at I, angle of incidence I. Okay. Falls at A, angle of incidence I. Rarer medium to denser medium ആണ്. വേണേ നിങ്ങൾക്ക് അവിടെ നോട്ട് ചെയ്യാം. This is rarer medium and this one is denser medium. അതും കൂടി നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ rarer to denser പാസ് ചെയ്യുമ്പോൾ ray refracts towards the normal. This is normal at the point of incidence. So ray gets refracted towards the normal. Okay. I is the angle of incidence. R is the angle of refraction. Second ray from B reaches point C. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് എയിൽ നിന്നുള്ള റേ, എയിലാണ് റേ ആദ്യം ഇൻസിഡന്റ് ചെയ്തത്. ഓക്കെ. എയിൽ നിന്നുള്ള റേ റിഫ്രാക്ഷന് ശേഷം ഡിയിലെത്തിയ സമയം കൊണ്ടാണ് ബിയിൽ നിന്നുള്ള റേ സിയിൽ ഇൻസിഡന്റ് ചെയ്യുന്നത്. ഓക്കെ. മനസ്സിലായിണ്ടാവല്ലോ. അതായത് രണ്ട് റേസും പല സമയത്താണ് ഈ ഇന്റർഫേസിൽ ഇൻസിഡന്റ് ചെയ്യുന്നത്. ആദ്യം റേ എത്തിയത് എയിലാണ്, പിന്നീടാണ് സിയിലേക്ക് റേ എത്തുന്നത്. ഓക്കെ. അപ്പൊ എയിലെത്തിയ റേ റിഫ്രാക്ട് ചെയ്ത് ഡിയിലേക്ക് എത്തിയ സമയം, AD എന്ന ദൂരം സഞ്ചരിച്ച സമയം കൊണ്ടാണ് ബിയിൽ നിന്നുള്ള റേ സിയിലേക്ക് എത്തിയത്. ഓക്കെ. അപ്പോ ഒരു ടൈം ഇന്റർവൽ T സെക്കൻഡ്സ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ in T seconds the ray travels distance BC in medium 1. അതേ സമയം കൊണ്ട് എയിൽ നിന്നുള്ള റേ എത്ര ദൂരം സഞ്ചരിച്ചു? AD എന്ന ദൂരം സഞ്ചരിച്ചു. ഏത് മീഡിയത്തിൽ? ഇൻ മീഡിയം 2. ഓക്കെ. അപ്പോ CD is the refracted wavefront. കാരണം D എന്ന പോയിന്റിൽ റിഫ്രാക്റ്റഡ് റേ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് D. അതുപോലെ തന്നെ ഇവിടെ സിയിലും ഈ രണ്ട് പോയിന്റ്സും പാർട്ടിക്കിൾസിൽ ഒരേ ഫേസ് ഓഫ് വൈബ്രേഷനിലായിരിക്കും. സോ CD is the refracted wavefront. Now, this is angle of incidence I. അപ്പോൾ ഇവിടെ നമുക്കറിയാം ആംഗിൾ I ആയിരിക്കും. ഓക്കെ. ആൻഡ് ദിസ് ഇസ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ R. സോ ഹിയർ ആംഗിൾ ഇസ് R. ആംഗിൾസ് ഒന്ന് നോക്കൂ. ഹിയർ യു ഹാവ് ദിസ് ആംഗിൾ ഇസ് 90 degree. Okay. And angle of incidence at C. This is normal at C. Here the angle of incidence is I. അപ്പോൾ ഈ ടോട്ടൽ ആംഗിൾ 90 degree ആണ്. So this angle will be 90 minus I. This angle is 90 degree. So this is I. Okay. അപ്പോൾ ഈ ഡീറ്റെയിൽസിൽ പോകേണ്ട ആവശ്യമില്ല. ഈ ആംഗിൾ I ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I ആണ്. ഇവിടെ ആംഗിൾ 90 ആണ്. ദിസ് ടോട്ടൽ ആംഗിൾ ഇസ് 90 degree. അപ്പോൾ ഈ ഇവിടെ വരുന്ന ആംഗിൾ 90 മൈനസ് I ആയിരിക്കും. സോ ഇത് 90 മൈനസ് I, ഇത് 90. അപ്പോൾ ഇവിടെ I. അതുപോലെ തന്നെ ഹിയർ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ R. ഓക്കെ. ദിസ് ആംഗിൾ ഇസ് 90 degree. ദിസ് ഇസ് 90 degree. ദിസ് ആംഗിൾ വിൽ ബി 90 മൈനസ് R. കാരണം ഇത് നോർമൽ ആണല്ലോ. അപ്പോൾ ഇത് 90 മൈനസ് R ആണ്. ഈ ആംഗിൾ 90 മൈനസ് R. അപ്പോൾ 90 മൈനസ് R 90. അപ്പോൾ ഈ ആംഗിൾ R. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ആംഗിൾസ് കിട്ടിയത്. Now we'll consider triangles ABC and ADC. Consider the triangles. അപ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യം ഇതാണ്, ബിയിൽ നിന്ന് റേ സിയിലെത്തിയ അതേ സമയം കൊണ്ടാണ് എയിൽ നിന്നുള്ള റേ ഡിയിലേക്ക് എത്തിയത്. ഓക്കെ. അപ്പോൾ BC എന്നുള്ള ഡിസ്റ്റൻസ് V1 into T. V1 ആണ് ഈ മീഡിയത്തിലെ വെലോസിറ്റി. സിമിലർലി AD എന്ന ഡിസ്റ്റൻസ് V2 into T. കാരണം സെക്കൻഡ് മീഡിയത്തിലെ വെലോസിറ്റി V2 ആണ്. ഓക്കെ. ഇനി നോക്കൂ, sin I. വാട്ട് ഇസ് sin I ഫ്രം ദ ഫിഗർ? sin I ഇതാണ് I. സോ sin I ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് BC ഡിവൈഡഡ് ബൈ AC.
BC V1T. So V1T divided by AC. Similarly, sin R. What is sin R? From this triangle, this angle is R. So sin R equal to AD divided by AC. AD is V2T. So V2T divided by AC. Now you can find out sin I by sin R. What is sin I by sin R? That is V1T by AC into by sin R. Substitute here. AC by V2T. That is V1 by V2. Let it be equation number 1. Sin I by sin R equal to V1 by V2. Equation number 1 ആണ് വിചാരിക്കാം. Now we have refractive index N1. നമ്മൾ പറഞ്ഞു ആദ്യത്തെ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N1 ആണ്, രണ്ടാമത്തേതിൻ്റെത് N2 ആണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N ഈക്വൽ ടു C by V. പഠിച്ച ഫോമുലയാണല്ലോ, N ഈക്വൽ ടു C by V. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദ മീഡിയം. സോ N1 ഈക്വൽ ടു C by V1, N2 ഈക്വൽ ടു C by V2. Or N2 by N1 equal to C by V2 into V1 by C. Or N2 by N1 equal to V1 by V2. So you have two equations now. One sin I by sin R equal to V1 by V2. രണ്ടാമത്തേത് N2 by N1 equal to V1 by V2. ഇപ്പോൾ നമുക്ക് ക്ലിയർ ആണല്ലോ. ഇക്വേഷൻ 1 and 2 രണ്ടും സെയിം റൈറ്റ് ഹാൻഡ് സൈഡ് ആണ്. സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്സ് ഇക്വേറ്റ് ചെയ്യാം അല്ല, രണ്ടിനും സെയിം റൈറ്റ് ഹാൻഡ് സൈഡ് ആണ്. സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്സ് ക്യാൻ ബി ഇക്വേറ്റഡ്. സോ യു ഗെറ്റ് സൈൻ ഐ ബൈ സൈൻ ആർ ഈക്വൽ ടു N2 by N1. ഇതാണ് സ്നെൽസ് ലോ ഓഫ് റിഫ്രാക്ഷൻ. ഓക്കെ, സ്നെൽസ് ലോ ഓഫ് റിഫ്രാക്ഷൻ. അപ്പോൾ നമ്മൾ റിഫ്രാക്ഷന്റെ ലോ ഹൈജൻസ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ട് പ്രൂവ് ചെയ്തു. ലോ ഓഫ് റിഫ്രാക്ഷൻ ക്യാൻ ബി പ്രൂവ്ഡ് യൂസിങ് ഹൈജൻസ് പ്രിൻസിപ്പിൾ. ഇതിൽ നിന്ന് നമുക്ക് മറ്റൊരു കാര്യം കൂടി പ്രൂവ് ചെയ്യാം. അതായത് ഇഫ് ദി സ്പീഡ് ഓഫ് ലൈറ്റ് ചേഞ്ചസ് ഓർ ഇഫ് ദ ലൈറ്റ് പാസസ് ഫ്രം വൺ മീഡിയം ടു അനദർ മീഡിയം, ഈവൺ ഇഫ് ദ സ്പീഡ് ചേഞ്ചസ് ദ ഫ്രീക്വൻസി ഡസ് നോട്ട് ചേഞ്ച്. അതായത് ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്ന് മറ്റു മീഡിയത്തിലേക്ക് പാസ് ചെയ്യുമ്പോൾ സ്പീഡ് ചേഞ്ച് ചെയ്യുന്നുണ്ട്, പക്ഷേ അതിൻ്റെ ഫ്രീക്വൻസിയിൽ ചേഞ്ച് ഉണ്ടാവില്ല എന്നുള്ളൊരു കാര്യം കൂടി നമുക്കിവിടെ പ്രൂവ് ചെയ്യാം. ഫോർ ദാറ്റ് സപ്പോസ് BC ഈസ് ഈക്വൽ ടു λ1. ഫിഗർ നോക്കുക, നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്ത ഡിസ്റ്റൻസ് BC λ1 ആണെന്ന് വിചാരിക്കാം, AD λ2 ആണെന്ന് വിചാരിക്കാം, വേവ് ലെങ്ത്. ഓക്കെ, ദെൻ BC ബൈ AD ഈക്വൽ ടു നമ്മൾ നേരത്തെ ഉപയോഗിച്ച അതേ ടേംസ് ആണ്, V1T ഡിവൈഡഡ് ബൈ V2T. ഒരേ സമയം കൊണ്ട് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ്. സോ V1T ബൈ V2T ഈക്വൽ ടു λ1 ബൈ λ2. T സെയിം ആണ്. ഈ ഇക്വേഷൻ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് ഇങ്ങനെ എഴുതാം, V1 by V2 ഈക്വൽ ടു λ1 by λ2. ഓർ V1 by λ1 ഈക്വൽ ടു V2 by λ2. വെലോസിറ്റി ബൈ വേവ് ലെങ്ത് എന്ന് പറയുന്ന ഫ്രീക്വൻസിയാണ്. സോ V1 by λ1 is nu1, ഫ്രീക്വൻസി ഇൻ മീഡിയം 1. V2 by λ2 nu2, ഫ്രീക്വൻസി ഇൻ മീഡിയം 2. അപ്പോൾ മീഡിയം 1ൽ നിന്ന് മീഡിയം 2ലേക്ക് പാസ് ചെയ്യുമ്പോൾ ഫ്രീക്വൻസി ഡസ് നോട്ട് ചേഞ്ച്. ഓക്കെ, വെലോസിറ്റി ചേഞ്ചസ്, ദ വേവ് ലെങ്ത് ചേഞ്ചസ്, ബട്ട് ഫ്രീക്വൻസി റിമെയിൻസ് സെയിം. നമ്മൾ മനസ്സിലായിട്ടുണ്ടാവല്ലോ. രണ്ട് ഡിസ്റ്റൻസിന്റെ റേഷ്യോ ആണ് നമ്മൾ എടുത്തത്. നമ്മൾ അസ്യൂം ചെയ്തു BC λ1 ആണെന്നും AD λ2 ആണെന്ന് അസ്യൂം ചെയ്തു. ആ റേഷ്യോ, ഡിസ്റ്റൻസിന്റെ റേഷ്യോ എടുത്തു. ദാറ്റ് ഈസ് V1 by V2 ഈക്വൽ ടു λ1 by λ2, which can be written as V1 by λ1 equal to V2 by λ2, or V1 by lambda, അതായത് വെലോസിറ്റി ബൈ വേവ് ലെങ്ത് മീൻസ് ഫ്രീക്വൻസി. സോ nu1 ഈക്വൽ ടു nu2. ഫ്രീക്വൻസി ഓഫ് ലൈറ്റ് ഇൻ മീഡിയം 1 ഈക്വൽ ടു ഫ്രീക്വൻസി ഓഫ് ലൈറ്റ് ഇൻ മീഡിയം 2. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺക്ലൂഷൻ ആണത്. സോ വെൻ ലൈറ്റ് passes from one medium to another medium, the frequency of light does not change or frequency remains constant. Another interesting phenomenon exhibited by light is polarization. നമുക്കറിയാം ലൈറ്റ് വേവ്സ് ആർ ട്രാൻസ്വേഴ്സ് ഇൻ നേച്ചർ. ലൈറ്റിൻ്റെ ഓപ്റ്റിക്കൽ പ്രോപ്പർട്ടീസിന് കാരണം ഇലക്ട്രിക് ഫീൽഡാണ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണ് ലൈറ്റ്, വേവാണ് ലൈറ്റ്. സോ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസിന് കാരണം ലൈറ്റിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് വെക്ടറാണ്. ഈ ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ഇറ്റ് വേരീസ് ഇൻ ഓൾ പോസിബിൾ ഡയറക്ഷൻസ്, ഓർ ദ വൈബ്രേഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ occur in all possible directions.
അങ്ങനെയുള്ള ലൈറ്റിനെയാണ് നമ്മൾ അൺപോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറയുക. ഓക്കെ, ഇഫ് ദ വൈബ്രേഷൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് വെക്റ്റർ ഒക്കർ ഇൻ ഓൾ പോസിബിൾ ഡയറക്ഷൻ ദെൻ ലൈറ്റ് ഈസ് സെഡ് ടു ബി അൺപോളറൈസ്ഡ്. അൺപോളറൈസ്ഡ് ലൈറ്റ് എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു ഡയഗ്രമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇപ്പോൾ തന്നിട്ടുള്ള രണ്ട് രീതിയിലും അൺപോളറൈസ്ഡ് ലൈറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഫസ്റ്റ് ഡയഗ്രത്തിൽ ആരോ മാർക്ക് ഇൻഡിക്കേറ്റ്സ് ദ വൈബ്രേഷൻസ് ഇൻ ദ പ്ലെയിൻ. ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ നോക്കുകയാണെങ്കിൽ ഇൻ ദ പ്ലെയിൻ ഓഫ് ദ സ്ക്രീൻ, ആൻഡ് ഡോട്ട്സ് ഇൻഡിക്കേറ്റ്സ് വൈബ്രേഷൻസ് ഇൻ ദി പെർപെൻഡിക്കുലർ പ്ലെയിൻ. ഓക്കെ, ഈ സ്ക്രീനിൻ്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പ്ലെയിനിലെ വൈബ്രേഷൻസ് ആണ് ഡോട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പാരലൽ വൈബ്രേഷൻസ് ആണ് ആരോ മാർക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓർഡിനറി ലൈറ്റ് മീൻസ് അൺപോളറൈസ്ഡ് ലൈറ്റ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് വെക്റ്റേഴ്സ് വൈബ്രേറ്റിംഗ് ഇൻ all possible directions. Okay, now what is the case of polarized light? In polarized light, electric field vibrations are only in one plane. Okay, the vibrations are confined to a single plane. ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്ത കേസ്, അതായത് ആരോ മാർക്കും ഡോട്ടും ഉള്ളതിന് പകരം നമുക്ക് ഏതെങ്കിലും ഒരു പ്ലെയിനിൽ ഉള്ള വൈബ്രേഷൻസ് മാത്രമാണ് ഉണ്ടാവുക. ഒന്നുകിൽ ആരോ മാർക്ക് മാത്രമായിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഡോട്ട്സ് മാത്രമായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. അങ്ങനെ കാണുന്നത് ദാറ്റ് റെപ്രസെൻറ്റ്സ് പോളറൈസ്ഡ് ലൈറ്റ്, also known as plain polarized light, where the vibrations of light occur in a single plane. ഓക്കെ, ഒറ്റൊരു പ്ലെയിനിൽ മാത്രമായിരിക്കും വൈബ്രേഷൻസ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള ലൈറ്റിനാണ് നമ്മൾ പോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറയുക. ഇനി എങ്ങനെയാണ്, ഇപ്പോൾ ഡയഗ്രം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. പോളറൈസ്ഡ് ലൈറ്റ് ആ ഡോട്ട്സ് റെപ്രസെൻറ്റ് ദ വൈബ്രേഷൻസ് ഇൻ ദ പെർപെൻഡിക്കുലർ പ്ലെയിൻ. ഈ രീതിയിൽ ഓർഡിനറി ലൈറ്റിൻ്റെ വൈബ്രേഷൻസ് ഒരു സിംഗിൾ പ്ലെയിനിലേക്ക് റെസ്ട്രിക്റ്റ് ചെയ്യുന്ന ഫിനോമിനനാണ് പോളറൈസേഷൻ. സോ പോളറൈസേഷൻ ഇസ് ദ ഫിനോമിനൻ ബൈ വിച്ച് ഇലക്ട്രിക് ഫീൽഡ് വൈബ്രേഷൻസ് ഓഫ് ഓർഡിനറി ലൈറ്റ് ഈസ് കൺഫൈൻഡ് ടു എ സിംഗിൾ പ്ലെയിൻ. ഒരൊറ്റ പ്ലെയിനിലേക്ക് വൈബ്രേഷൻസ് റെസ്ട്രിക്റ്റ് ചെയ്യുന്ന ഫിനോമിനനാണ് പോളറൈസേഷൻ. ഇനി എങ്ങനെയാണ് പോളറൈസേഷൻ നടത്തുക, ലൈറ്റിൻ്റെ പോളറൈസേഷൻ? ഇറ്റ് ഈസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സർട്ടൻ മെറ്റീരിയൽസ് സച്ച് ആസ് ടോർമലൈൻ ക്രിസ്റ്റൽ, ക്വാർട്സ് ക്രിസ്റ്റൽ, എക്സെട്ര. ഇത്തരത്തിലുള്ള മെറ്റീരിയൽസിനെ they are called polaroids. Okay, the materials which can polarize light are known as polaroids. So polaroids can restrict the vibration to a single plane because these materials can pass vibrations which are parallel to their pass axis. ഈ മെറ്റീരിയൽസിൻ്റെ ക്രിസ്റ്റലോഗ്രാഫിക് ആക്സസ് അല്ലെങ്കിൽ പാസ് ആക്സസിന് പാരലൽ ആയിട്ടുള്ള വൈബ്രേഷൻസിനെ മാത്രമാണ് ഈ മെറ്റീരിയൽസ് പാസ് ചെയ്യുക. ബാക്കിയുള്ള വൈബ്രേഷൻസിനെ റെസ്ട്രിക്റ്റ് ചെയ്യും. അപ്പോൾ ഇതേ പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ലൈറ്റ് പോളറൈസ്ഡ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ കഴിയും. ഓക്കെ, ഫോർ ദാറ്റ് വി ഹാവ് ടു യൂസ് ടു പോളറോയിഡ്സ്, ടു സച്ച് ക്രിസ്റ്റൽസ്, ആൻഡ് ലൈറ്റ് കമ്മിങ് ഫ്രം ദി ഫസ്റ്റ് വൺ ഇസ് പോളറൈസ്ഡ്. ഓക്കെ, അതിൽ ഒറ്റ പ്ലെയിനിലുള്ള വൈബ്രേഷൻസ് മാത്രമേ ഉള്ളൂ. ഈ പോളറൈസ്ഡ് ലൈറ്റ് ഈസ് മെയ്ഡ് ടു ഫോൾ ഓൺ ദി സെക്കൻഡ് ക്രിസ്റ്റൽ. രണ്ടാമത്തേതിലേക്ക് പോളറൈസ്ഡ് ലൈറ്റാണ് നമ്മൾ ഇൻസിഡൻറ്റ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ ക്രിസ്റ്റലിന് അതിൻ്റെ പാസ് ആക്സസിന് പാരലൽ ആയിട്ടുള്ള വൈബ്രേഷൻസ് മാത്രമാണ് അതിൽ നിന്ന് പുറത്തേക്ക് വരിക. So if both the crystals are kept parallel, you get maximum intensity of light coming out of the second one. ഇനി രണ്ടാമത്തേത് ആദ്യത്തേതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് ലൈറ്റ് പുറത്തേക്ക് വരുന്നില്ല. കാരണം ആദ്യത്തേതിൻ്റെ പാസ് ആക്സസിന് പാരലൽ ആയിട്ടുള്ള വൈബ്രേഷൻസ് മാത്രമാണ് കടന്നു വന്നത്. ഇപ്പോൾ രണ്ടാമത്തേത് അതിന് പാരലൽ ആണെങ്കിൽ മുഴുവൻ ലൈറ്റും പുറത്തേക്ക് കടന്നു വരും. രണ്ടാമത്തെ ക്രിസ്റ്റൽ നമ്മൾ ആദ്യത്തേതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വെക്കുന്നതെങ്കിൽ അതിലൂടെ വൈബ്രേഷൻസ് ഒന്നും അതിൻ്റെ പാസ് ആക്സസിന് പാരലലായിട്ട് വൈബ്രേഷൻസ് ഓൾറെഡി കട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിലൂടെ പുറത്തേക്ക് വൈബ്രേഷൻസ് കടന്നു വരില്ല. സോ ഇൻറ്റൻസിറ്റി ഈസ് 0. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ക്രിസ്റ്റൽ, ഇഫ് യു റൊട്ടേറ്റ് ദ സെക്കൻഡ് ക്രിസ്റ്റൽ യു ക്യാൻ ചെക്ക് വെദർ ദ ലൈറ്റ് ഈസ് പോളറൈസ്ഡ് ഓർ നോട്ട്. സോ ദ സെക്കൻഡ് ക്രിസ്റ്റൽ ഈസ് കോൾഡ് അനലൈസർ. ഓക്കെ, നെക്സ്റ്റ് ഇസ് Milo's law. According to this law, when a beam of completely plain polarized light is incident on an analyzer, the resultant intensity transmitted from the analyzer is directly proportional to the square of cosine of angle theta between
the polarizer and the analyzer. അതായത് അനലൈസറിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു കോസ് സ്ക്വയർ തീറ്റ. ഐ പ്രൊപ്പോർഷണൽ ടു കോസ് സ്ക്വയർ തീറ്റ ഓർ ഐ ഈക്വൽ ടു I0 കോസ് സ്ക്വയർ തീറ്റ. I0 is the constant. ഇനി പോളറൈസ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള രണ്ട് മെത്തേഡ്സ് നോക്കാം. ഒന്ന് സ്കാറ്ററിങ് ഇസ് എ മെത്തേഡ് ടു പ്രൊഡ്യൂസ് പോളറൈസ്ഡ് ലൈറ്റ്. ഫിഗറിൽ ക്ലിയർ ആണ്. അൺപോളറൈസ്ഡ് ലൈറ്റ് ഇൻസിഡൻറ്റ് ഓൺ ദ പാർട്ടിക്കിൾ ആൻഡ് ഗെറ്റ് സ്കാറ്റേർഡ്, യു ഗെറ്റ് polarized light. Another method is by reflection. Okay, unpolarized light can be converted into polarized light by reflection. When light passes from one transparent media to another transparent medium at a particular angle of incidence known as the polarizing angle, light is completely polarized. സാധാരണ രീതിയിൽ ഒരു ട്രാൻസ്പെറൻറ്റ് മീഡിയത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് പാസ് ചെയ്യുമ്പോൾ പാർഷ്യലി പോളറൈസ്ഡ് ആയിരിക്കും. പക്ഷേ അറ്റ് എ പെർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് നോൺ ആസ് ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ ഓർ പോളറൈസിങ് ആംഗിൾ, ദ റിഫ്ലക്റ്റഡ് ലൈറ്റ് ഈസ് കംപ്ലീറ്റ്ലി polarized. Okay, Brewster's angle അല്ലെങ്കിൽ polarizing angle is denoted by IP, right? And at this particular angle of incidence, the refractive index of the transparent medium is equal to tangent of the polarizing angle, that is n equal to tan IP. This law is called Brewster's law. Okay, so Brewster's law states that n equal to tan IP, refractive index is equal to tangent of the polarizing angle. Now the Brewster's angle or polarizing angle is the angle at which reflected light is completely polarized. Okay, ആ ഡെഫിനേഷനും കൂടി ഒന്ന് നോട്ട് ചെയ്യുക. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, അറ്റ് ദ പോളറൈസിങ് ആംഗിൾ ദ റിഫ്ലക്റ്റഡ് ആൻഡ് റിഫ്രാക്റ്റഡ് റേസ് ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. പോളറൈസിങ് ആംഗിളിൽ റിഫ്ലക്റ്റഡ് ആൻഡ് റിഫ്രാക്റ്റഡ് ലൈറ്റ് പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആയിരിക്കും. അത് നമുക്കത് ഈ രീതിയിൽ പ്രൂവ് ചെയ്യാം. n ഈക്വൽ ടു ടാൻ ഐ പി, ദെൻ n ഈക്വൽ ടു സൈൻ ഐ പി ബൈ സൈൻ ആർ. എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? സൈൻ ഐ ബൈ സൈൻ ആർ, സ്നെൽസ് ലോ. അതാണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചത്, സൈൻ ഐ പി ബൈ സൈൻ ആർ. ബട്ട് ദാറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു സൈൻ ഐ പി ബൈ കോസ് ഐ പി, ബിക്കോസ് n ഈക്വൽ ടു ടാൻ ഐ പി. ഇതിൽ ന്യൂമറേറ്റേഴ്സ് ഈക്വൽ ആണ്, സോ ഡിനോമിനേറ്റേഴ്സ് ക്യാൻ ബി ഇക്വേറ്റഡ്. ദെൻ യു വിൽ ഗെറ്റ് കോസ് ഐ പി ഈക്വൽ ടു സൈൻ ആർ. Then cos IP can be written as sin 90 minus IP. Okay, sin 90 minus IP equal to sin R, or 90 minus IP equal to R, or 90 equal to IP plus R. Okay, that means IP plus R equal to 90 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? The reflected ray and refracted ray are perpendicular to each other. Very very important result. ചോദിക്കാം, prove that reflected ray and refracted ray are perpendicular to each other at polarizing angle. ഈ രീതിയിലാണ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുത്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഡൗട്ട്സും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. താങ്ക് യു.